രാജ്യത്ത് ആദ്യത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പുരോഗമിക്കുന്നു. വാഹനാപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച ഷിബുവിന്റെ 7 അവയവങ്ങൾ ദാനം ചെയ്തതിൽ ഹൃദയം നേപ്പാൾ സ്വദേശിനിയായ 22-കാരിക്കാണ് നൽകിയത്. 3 മണിയോടെ കൊച്ചിയിലെത്തിച്ച ഹൃദയം 4 മിനിറ്റ് കൊണ്ടാണ് ആശുപത്രിയിലെത്തിച്ചത്. കഴക്കൂട്ടത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന ഷിബു വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴി ഡിസംബർ 14 വൈകിട്ടാണ് അപകടത്തിൽപ്പെടുന്നത്. ഡിസംബർ 21 മസ്തിഷ്കമരണം സ്ഥിരീകരിച്ചു. തുടർന്ന് അവയവദാനത്തിന് കുടുംബാംഗങ്ങൾ സമ്മതം നൽകി. ഹൃദയത്തിന് പുറമെ ഷിബുവിന്റെ 2 വൃക്കകൾ, കരൾ, 2 നേത്രപടലങ്ങൾ, സ്കിൻ എന്നിവയും ദാനം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് 3 മണിയോടെ ഹൃദയം എയർ ആംബുലൻസിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. നമുക്ക് 4 മിനിറ്റ് എടുത്തോളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുണ്ടായ പൈലറ്റ് വാഹനവും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനൊരു ഇത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അനാഥയായ നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കാണ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ഹൃദയ ശസ്ത്രക്രിയ സാധ്യമാക്കിയത്. ആദ്യത്തെ ഒരു ശസ്ത്രക്രിയയായിട്ടാണ് വരുന്നത്. ഈ കുട്ടി കഴിഞ്ഞ 1 വർഷമായി ഇവിടെ തന്നെ ചികിത്സയിലാണ്. എന്നാൽ നമ്മുടെ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങൾ മൂലം നേരത്തെയുള്ള സാധ്യതകൾ അന്ന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ തന്നെ വളരെ സൗജന്യമായിട്ടുള്ള നിയമസഹായം എല്ലാം തേടിയിട്ടാണ് കോടതിയുടെ ഉത്തരവ് കൂടി കിട്ടി. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദുർഗ. അപൂർവമായ ജനിതകാവസ്ഥ മൂലം ദുർഗയുടെ അമ്മയും സഹോദരിയും ഹൃദയത്തിന് ഇതേ അസുഖം ബാധിച്ചാണ് മരിച്ചത്. പിന്നെ ആ കുട്ടിയുടെ ജീവിതം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ഇതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ല. സഹോദരി മരിച്ചിട്ട് 24ാമത്തെ വയസ്സിലാണ് സഹോദരി മരിക്കുന്നത്. അപ്പോൾ ഇനി 2-3 വർഷം കൂടെ ആയുസുള്ളൂ എന്നാണ് അതിൻ്റെ ആ ഭീതിയിലാണ് ആ കുട്ടി എത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. സർജറി ഇനി വലിയ ആശങ്കകളൊന്നും ആവശ്യമില്ല. സർജറി 100% വിജയമായിരിക്കും തന്നെ പറയാം. അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം അങ്ങനെയാണ് വരുന്നത്. സർജറിയിലെ സങ്കീർണത അത്ര ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം അത് നേരിടാനുള്ള കഴിവും പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാർ തന്നെയാണ് ടീമിന് നേതൃത്വം നയിക്കുന്നത്. അത് സാധാരണ മാക്സിമം 1.5 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്ന സമയം. 1.5 മണിക്കൂറിനാണ് സർജറി പൂർണ്ണമാകുമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇതിനകത്തുള്ള പോസ്റ്റ് ഓപ്പറേറ്ററി റിജക്ഷനാണ് അതിനകത്ത് വരുന്നൊരു കാര്യം. മറ്റൊരാളുടെ അവയവം വേറെ വ്യക്തിയിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ശരീരം തന്നെയാണെങ്കിൽ റിയാക്ഷൻ, അത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. പണത്തിന്റെ ബുദ്ധിമുട്ട് മൂലം കേരളത്തിലെത്തി ചികിത്സ തേടിയെങ്കിലും വിദേശി എന്ന നിലയിൽ ഹൃദയം ലഭിക്കുക നിയമപരമായി ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചാണ് രോഗാവസ്ഥ ബോധ്യപ്പെടുത്തി അവയവം സ്വീകരിക്കാൻ ദുർഗയ്ക്ക് മുൻഗണന ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് കേസ് ഓട്ടോ വഴി എറണാകുളം ജനറൽ ആശുപത്രി കൈമാറിയിരുന്നു. ഈ വർഷം സംസ്ഥാനത്ത് നടക്കുന്ന 24ാമത്തെ അവയവദാന ശസ്ത്രക്രിയയാണിത്. അമൃത ന്യൂസ്, കൊച്ചി.